എന്തായാലും ഇപ്പോൾ നമ്മുടെ ചാർലി എന്ന ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തെ തുടർന്ന് ഈ ജയിലിൽ കുറേ നവീകരണം നടത്താൻ ഒരു കമ്മിറ്റിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ജസ്റ്റിസ് രാമചന്ദ്രൻ നായരുടെയും അതുപോലെ ജേക്കബ് പുന്നൂസ് റിട്ടയർഡ് DGP അദ്ദേഹത്തിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ. അപ്പോൾ അങ്ങനെ ഈ കമ്മിറ്റി നിർദ്ദേശങ്ങൾ കൊടുത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നതാണോ ഒരു ജയിലിലുള്ള നിലവിലുള്ള അവസ്ഥ? കാരണം എന്ന് ഇതിൻ്റെ തലപ്പത്ത് നിന്ന് CPMകാർ ഇറങ്ങുന്നുവോ അന്ന് മാത്രമല്ലേ നമുക്കിതിലൊരു ശുദ്ധികലശം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അല്ലാതെ ഇത് ഈ രീതിയിൽ തന്നെയല്ലേ മുന്നോട്ട് പോകുന്നത്. നോക്കൂ, ഈ കൊടും ക്രിമിനലുകൾ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, അവർ ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തുന്നത് നിരവധി തവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും അവർക്കെതിരെ നടപടിയൊന്നും സ്വീകരിച്ചില്ല. ഞാൻ മനസ്സിലാക്കുന്നത് കൊടിസുനി വിയ്യൂർ ജയിലിലായിരുന്നു. അവിടെ പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം തവനൂർ ജയിലിലേക്കാണ് കൊടിസുനിയെ മാറ്റിയത്. പക്ഷേ ഈ കൊടിസുനി എങ്ങനെ കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി എന്ന് അറിയില്ല. ഇപ്പോൾ കൊടിസുനി കൂടി വന്നതോടുകൂടി അവിടെ CPM ബ്രാഞ്ച് കമ്മിറ്റി വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ശ്രീ ഹരിദാസ്, എന്നെ ഒരു രണ്ടല്ല കൊല്ലം എന്റെ ഒരു സുഹൃത്ത് ഒന്ന് ആവശ്യമായിട്ട് കണ്ണൂർക്ക് എന്റെ വരുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എന്താണ് ഇത്ര അർജന്റ് പോകുന്നത്? അല്ലെ ഭാര്യ വീട് ദൂരാണ് അറിയാലോ. അപ്പൊ അവിടെ കുടുംബസ്ഥ ഭാഗമേക്കലുമായിട്ട് പ്രശ്നം വെക്കുന്നുണ്ട്. അപ്പോ അതിന്റെ ഒരു പ്രശ്നം തീർക്കേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ചോദിച്ചു കണ്ണൂർ എവിടെ? സെൻട്രൽ ജയിലിലേക്കാണ്. ഞാൻ ചോദിച്ചു കണ്ണൂർ സെൻട്രൽ ജില്ല? അതെ, അവിടെ ഒരു ഈ ചന്ദ്രശേഖരൻ കേസിലെ ഒരു പ്രധാന ാണ് ഇത്തരം കേസുകളൊക്കെ ആ നാട്ടിൽ തുപ്പാക്കി കൊടുത്തത്. അപ്പൊ അദ്ദേഹം അവിടെ വെച്ച് സംസാരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. എനിക്കത് പോകാൻ പറ്റി. അദ്ദേഹം പോയി പ്രശ്നം കണ്ണൂർ ജയിലിൽ അവസാനിപ്പിച്ചു പറഞ്ഞപ്പോ ഒരു ജനാധിപബോധമുള്ള എന്നെ സംബന്ധിച്ചോളം എനിക്കത് അങ്ങേയറ്റം അത്ഭുതം തോന്നി. ഒരു കേസിൽ, അതായത് TP ചന്ദ്രശേഖരനെ 51 വെട്ടിക്കൊന്ന ഒരു പ്രതി ഈ കേസില് കൃത്യമായിട്ട് ജയിൽ കിടക്കുന്ന സമയത്ത് പുറത്ത്, അതായത് കേരളത്തിൽ നടന്ന ഇത്തരത്തിലുള്ള അഭിസംബന്ധമായ കേസുകളായാലും ഒത്തുതീർ ചെയ്തു കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു ഭാഗമായിട്ട് ജയിലിൽ മാറി എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞപ്പോ അങ്ങേയറ്റം അത്ഭുതം തോന്നി. ഞാൻ എന്തായാലും സമയം വളരെ കുറവാണ്. പക്ഷെ എനിക്ക് ശ്രീ മോൻസിയോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. സർ, അങ്ങയുടെ MLA പ്രതിദാനം ചെയ്യുന്ന UD എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് ഇപ്പൊ കേരള പ്രതിപക്ഷത്തിരിക്കുന്നത്. ഈ പാർട്ടി ഭരണത്തിരിക്കുമ്പോഴാണ് ഒരു പാവം മനുഷ്യനെ 51 വെട്ടിയിട്ട് ആരോ കൊന്നത്. നമുക്കൊക്കെ നന്നായിട്ടറിയാം. ഈ കൊന്നവരെ തികച്ചും അവർ യന്ത്രമാണ്. അവരെ ആയോഗിച്ചു, ആ കർത്തവ്യം നിർവഹിച്ചു എന്നതിനപ്പുറം അത് ചെയ്തിട്ടുള്ള ആളുകൾ പുറത്ത് നിൽക്കുന്നുണ്ട് എന്ന കാര്യം കേരളത്തിലെ ഏകദേശം അറിവിൽപ്പെട്ടിടത്തോളം 5 ലക്ഷം നിഷ്പക്ഷരായ ജനങ്ങൾ വിശ്വസിക്കുന്നു. ഇത് തിരിച്ചിട്ട് കേരളത്തിലെ വളരെ ഭംഗിയായിട്ട് അവരുടെ ജീവിതം സാധാഗതിയിൽ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത്. ഇപ്പൊ നിങ്ങളുടെ അങ്ങേയറ്റം പൂർവ്വനീതിയും പൊത്തിയിട്ട് നിങ്ങളുടെ MLA തലവരിച്ചു നടക്കുന്ന ഈ UDF എന്ന് പറയുന്ന ഭരണം, അന്ന് ഭരണകർത്ത നിർവഹിക്കുന്നവർക്ക് ഇതിന്റെ ഗൂഢാലോചനയുടെ കൃത്യമായിട്ടുള്ള ആരൊക്കെ ഇടപെട്ടു എന്നുള്ള കാര്യം പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയാത്തത് എന്താണ് എന്ന് ഇപ്പോൾ നിങ്ങളുടെ MLA ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ഇനി ഞാൻ ചോദിക്കും, ഒരു സാധ്യതയെങ്കിൽ പോലും ചോദിക്കുകയാണ്. ഇനി ഭരണം UDFിലേക്ക് 2026 ഭരണം UDFിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഗൂഢാലോചനയുടെ അന്വേഷണം പുറത്തു കൊണ്ടുവന്ന് ആരാണ് കൃത്യമായി ചന്ദ്രശേഖരനെ കൊല്ലിച്ചത് എന്നുള്ള കാര്യം പുറത്തു കൊണ്ടുവരാമെന്നുള്ള ഒരു ഉറപ്പ് നൽകാൻ താങ്കൾക്ക് ഈ ചർച്ചയിലൂടെ സാധിക്കുമോ സാർ? താങ്കൾ BJPക്കാരും CPMകാരും ജയിലിരുന്നു കൊണ്ട് കല്യാണം കാര്യമൊക്കെ പറഞ്ഞത് കൊണ്ട് ഒതുക്കിയാണ് സാർ. സാധിക്കില്ല. നമ്മുടെ ജനാധിപത്യത്തിന്റെ, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിലെ അന്തർധാര വെച്ചിട്ട് അത് നടക്കില്ല. അന്തർധാര ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ പഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ആ സമയത്ത് ഈ പാവം മനുഷ്യനെ കൊല്ലിക്കാൻ ഗൂഢാലോചന നടത്തിയവരെ പുറത്തു കൊണ്ടുവരുവാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അന്വേഷണം ഒരു പാലത്തിന്റെ നടുവിൽ വെച്ചിട്ട് അവസാനിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എങ്ങനെ എത്തി എന്നുള്ള
ഒരു ചോദ്യം ബാക്കിയാകും. ആ പാർട്ടിയോട് കൂറ് പുലർത്തിക്കൊണ്ടാണ് നിങ്ങളുടെ MLA ഇന്ന് നിയമസഭയിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഞങ്ങളെപ്പോലെ ചന്ദ്രശേഖരൊക്കെ നെഞ്ചിലേറ്റി ആരാധിക്കുന്ന ഞങ്ങൾക്കൊക്കെ അങ്ങേയറ്റം ലജ്ജകരമായി തോന്നുന്നു. താങ്കൾ ദയവ് ചെയ്ത് ഈ ചർച്ചയിൽ ഇതിനൊരു മറുപടി പറയണം. 26-ൽ അധികാരത്തിൽ കയറിയാൽ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തുകൊണ്ട് യെസ് KK രമയ്ക്ക് ഇതിന്റെ ഗൂഢാലോചനയുടെ ആളുകളെ പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്ന് ഒന്ന് ഉറപ്പ് പറയാൻ താങ്കൾക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ ഒരുപാട് ജനങ്ങൾക്ക് അങ്ങേയറ്റം ഉപകാരപ്രദമായിട്ടുള്ള ഒരു മറുപടിയായി തീരും. ഓക്കെ ഓക്കെ ശ്രീ മോൻസി പെട്ടെന്ന് മറുപടി. അതായത് ഹലോ പറഞ്ഞോളൂ കേൾക്കാം. അതായത് ശ്രീ ഹരിദാസേട്ടൻ പറഞ്ഞ കാര്യം ഞാനത് ഒരു വെല്ലുവിളി പോലെ തന്നെ സ്വീകരിക്കുകയാണ്. പക്ഷെ ഒരു ചെറിയ തിരുത്തുണ്ട്. ഞങ്ങൾ UDFന്റെ ഭാഗമാണ് എന്ന് ഹരിദാസേട്ടനെ പോലെ ഒരാൾ കരുതിയിരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ പോലും എനിക്ക് മടിയുണ്ട്. ഞങ്ങൾ UDFന്റെ ഭാഗമല്ല. KK രമ MLA ആയിട്ട് ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ വിദ്യാഭ്യാസ ബില്ല് സ്വകാര്യവൽക്കരണത്തിനെതിരെ നിയമസഭയിൽ ഒരു ബില്ല് വന്നപ്പോ ഒരേ ഒരാളാണ് അതിനെ എതിർത്ത് വോട്ട് ചെയ്തത്. അത് KK രമയാണ്. അത് മാധ്യമങ്ങളിൽ വന്നാണ്. ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയായ ഹരിദാസേട്ടൻ അത് കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുമായിരുന്നു. പിന്നെ 26-ല് UDF അധികാരത്തിൽ വന്നാൽ ഞാൻ ഇപ്പോഴും അത് UDFന്റെ കക്ഷിയേ അല്ല. ഞങ്ങൾ ഞങ്ങളുടെ പോരാട്ടമായിട്ട് ഇപ്പോഴും തുടർന്ന് പോകുന്നുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ മുൻപ് നടന്നിട്ടുണ്ടെന്ന് നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. KK രമ ജയിച്ചിട്ടുള്ളത് എങ്ങനെയാണ് സാർ? പറയട്ടെ സാർ, KK രമ ജയിച്ചിട്ടുള്ളത് ആ വോട്ട് നേടിയിട്ടാണ് സാർ. UDFന്റെ വോട്ട് കൂടി നേടിയില്ല ജയിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ പറയുന്നത് തെറ്റ്. ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചിട്ട് ഹരിദാസേട്ടൻ പറഞ്ഞോ. അല്ല UDF കക്ഷിയല്ല എന്നായിരിക്കും ഉദ്ദേശിച്ചത്. KK രമ മത്സരിച്ചത് RPയുടെ സ്ഥാനാർത്ഥിയായിട്ട്. UDF അവിടെ KK രമയെ പിന്തുണച്ചു. ഒരു തർക്കമില്ല. ഒരു ജനാധിപത്യപരമായ ഒരു പ്രക്രിയയില് ഒരു മുന്നണിക്കോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ അത് ഞങ്ങളെ സംബന്ധിച്ച് മതേതരത്വ പാർട്ടിയാണെങ്കിൽ സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങൾ സ്വീകരിച്ചു. ഒരു തർക്കമില്ല. അതുകൊണ്ട് ആ മുന്നണിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞു കളയരുത്. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടന്നിട്ടുണ്ട്. അതൊക്കെ നല്ല ബോധ്യമുള്ളതാണ് ഞങ്ങൾ. ഒരു തർക്കമില്ല. പക്ഷെ അതുകൊണ്ട് ഞങ്ങളുടെ പോരാട്ടം നിർത്തിയെന്ന് ധരിക്കേണ്ടതില്ല. ഞങ്ങളുടെ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു തർക്കമില്ല. ഇപ്പോഴും ആ കേസുകൾ നടക്കുന്നുണ്ട്. ഒരു സംശയവും വേണ്ട. RMPIക്ക് ഇത് അന്വേഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞാൽ ഒരാളും രക്ഷപ്പെടാത്ത പഴുതടച്ച അന്വേഷണം നടക്കും. ഒരു തർക്കമില്ല. അത് എവിടെ ഉറപ്പ് പറയാൻ ഞങ്ങൾക്ക് പറ്റും.